നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ കോവാക്സിൻ ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചത് ഏറെ സന്തോഷത്തോടെയാണ് ഏവരും കേട്ടത്. പ്രത്യേകിച്ച് പ്രവാസികൾ. നാട്ടിലെത്തിയ ഒട്ടനവധി പേരാണ് കോവാക്സിൻ സ്വീകരിച്ചതിന് പിന്നാലെ മടങ്ങാനാകാതെ കഴിഞ്ഞത്. ഇതിന് പിന്നാലെ വാക്സിൻ സ്വീകരിച്ചവർക്ക് ബഹ്റൈനിൽ ക്വാറന്റൈൻ വേണ്ടെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുകയാണ്. നിർണായക ചുവടുവയ്പ്പാണ് ബഹ്റൈൻ സ്വീകരിച്ചിരിക്കുന്നത്. ബഹ്റൈന് പിന്നാലെ ഒട്ടനവധി രാഷ്ട്രങ്ങൾ ഈ തീരുമാനവുമായി എത്തുമെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായതിനു പിന്നാലെയാണ് മറുപടിയുമായി ബഹ്റൈൻ ഇന്ത്യൻ എംബസി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ലോകാരോഗ്യ സംഘടനയും ബഹ്റൈനും അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവരാണെങ്കിൽ തന്നെ 10 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ആവശ്യമല്ല എന്നാണ് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കും ഇത് ബാധകമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഒക്ടോബർ 31 മുതൽ യാത്രാ മാനദണ്ഡങ്ങൾ ബഹ്റൈൻ പുതുക്കിയിരുന്നു. യാത്രക്കാർ ഏത് രാജ്യത്തിൽ നിന്ന് വരുന്നവരാണെങ്കിലും വാക്സിൻ സർട്ടിഫിക്കറ്റിൽ QR കോഡ് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്നതാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന മാനദണ്ഡം. ബഹ്റൈൻ നിലവിൽ കോവിഡ് നിയന്ത്രണത്തിലാണ്. കൂടാതെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോവിഡ് കേസുകൾ കുറവാണെന്നും കോവിഡ് നിയന്ത്രണ വിധേയമായ ശേഷം ഒരുപാട് ഇളവുകൾ ബഹ്റൈൻ ഒഴിവാക്കിയിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് യാത്ര പുറപ്പെടുന്നതിന് മുൻപുള്ള RT-PCR ടെസ്റ്റും ഇവർക്ക് ആവശ്യമില്ലെന്ന് ബഹ്റൈൻ ഇന്ത്യൻ എംബസി ട്വീറ്റ് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസവും കോവിഡ് പ്രതിരോധത്തിനായുള്ള നാഷണൽ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് കോവിഡ് പ്രതിരോധത്തിന്റെ മാറ്റങ്ങൾ കൈക്കൊള്ളുകയുണ്ടായി. വാക്സിന്റെ 2 ഡോസുകളും സ്വീകരിച്ച് ഗ്രീൻ ഷീൽഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് രോഗിയുമായി സമ്പർക്കമുണ്ടായാലും ക്വാറന്റൈൻ ആവശ്യമില്ലെന്നാണ് ടാസ്ക് ഫോഴ്സ് പറഞ്ഞിരുന്നത്. അതുപോലെ 10 ദിവസം ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്ന് നിബന്ധന നൽകിയിരുന്നു. എന്നാൽ ഗ്രീൻ ഷീൽഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർ 7 ദിവസം ക്വാറന്റൈനിൽ പ്രവേശിക്കണം എന്നായിരുന്നു അധികൃതർ വ്യക്തമാക്കിയത്. ഇവരും രോഗിയുമായി സമ്പർക്കത്തിലായതിന്റെ 1-ാം ദിവസവും 7-ാം ദിവസവും PCR ടെസ്റ്റ് നടത്തണമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു. എന്നാൽ യാത്രക്കാർക്ക് ഇളവുകൾ കൂടുതൽ ലഭ്യമായതോടെ ഇനി മുതൽ ആശങ്കയില്ലാതെ തന്നെ യാത്ര ചെയ്യാവുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.